15 മാസം മുമ്പ് തെരുവ് വിപ്ലവത്തിലൂടെ പുറത്താക്കപ്പെട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയത് മുതൽ ഇന്ത്യ നേരിട്ട് വരികയായിരുന്ന ഒരു നയതന്ത്ര പ്രതിസന്ധി ഒട്ടാകെ പരിഹരിച്ച സന്ദർഭത്തിലാണ് ഇന്ത്യയെ വീണ്ടും വെട്ടിലാക്കിക്കൊണ്ട് ബംഗ്ലാദേശിലെ രാജ്യാന്തര കുറ്റവിചാരണ ട്രൈബ്യൂണൽ അവർക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. വിധി വന്ന അന്ന് മുതൽ ഉയരുന്ന ചോദ്യങ്ങൾ വധശിക്ഷയ്ക്കായി ഇന്ത്യ ഹസീനയെ ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കുമോ എന്നുള്ളതായിരുന്നു. വിട്ടുകൊടുക്കില്ലെന്ന് ഇന്ത്യ കാര്യകാരണ സഹിതം വ്യക്തമാക്കിയെങ്കിലും ഇപ്പോഴിതാ ഒരു പഴയ ഉടമ്പടിയും പൊക്കിപ്പിടിച്ചുകൊണ്ട് ബംഗ്ലാദേശ് ഹസീനയ്ക്ക് തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യക്ക് ഒരു നിയമക്കുരുക്കം. 2013 ഇന്ത്യ ബംഗ്ലാദേശ് കൈമാറ്റ ഉടമ്പടി. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള കൈമാറ്റ ഉടമ്പടി ഒപ്പുവെച്ചത് 2013 ജനുവരി 28-നാണ്. അന്ന് ഷെയ്ഖ് ഹസീന ആയിരുന്നു പ്രധാനമന്ത്രി. അന്ന് ഇതിന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ കുറ്റവാളികളെ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയ സുഗമമാക്കുക, അതിലൂടെ തീവ്രവാദം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ഇരു രാജ്യങ്ങളിലും അടിച്ചമർത്താൻ സഹകരിക്കുക. ഇതായിരുന്നു ഈ ഉടമ്പടിയുടെ ഉത്തരവാദിത്തം, ഈ ഉടമ്പടിയുടെ ലക്ഷ്യം. എന്തായാലും 2013 ഷെയ്ഖ് ഹസീന ന്യൂഡൽഹിയുമായി അഭിമാനത്തോടെ ഒപ്പിട്ട അതേ കൈമാറ്റ ഉടമ്പടി ഇന്ന് അവരുടെ എതിരാളികൾ അവരെ തിരികെ നാട്ടിലേക്ക് വലിച്ചഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ പ്രവാസ ജീവിതം നയിക്കുന്ന ഹസീനയെ കലാപങ്ങൾക്കുള്ള പ്രകോപനം, ഭരണകൂട കൊലപാതകങ്ങൾ, അതിക്രമങ്ങൾ തടയുന്നതിലുള്ള പരാജയപ്പെടൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഹസീനയുടെ അസാന്നിധ്യത്തിൽ അവർക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ ഉടമ്പടി പ്രകാരം ഇന്ത്യ അവരെ തിരിച്ചയക്കണമെന്ന് ധാക്ക നിർബന്ധിക്കുന്നു. എന്നാൽ അതേ കരാറിലേക്ക് വിരൽ ചൂണ്ടി ഇന്ത്യ പറയുന്നത് അത് അത്ര എളുപ്പമല്ലല്ലോ മച്ചമ്പി എന്നാണ്. കേസ് രാഷ്ട്രീയപരമോ പക്ഷപാതപരമോ അല്ലെങ്കിൽ നീതിരഹിതമോ ആണെങ്കിൽ കൈമാറ്റം നിരസിക്കാൻ ഉടമ്പടി വ്യക്തമായി അനുവദിക്കുന്നുണ്ട്. ഈ വിചാരണ അത്തരത്തിലുള്ള ഒരു വിചാരണയാണെന്നാണ് ഹസീനയുടെ വാദവും. സ്വതന്ത്ര ജനാധിപത്യ രാജ്യമായ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ഇപ്പോഴും ഷെയ്ഖ് ഹസീന തന്നെയാണ്. മുഹമ്മദ് യൂനസ് ആകട്ടെ അലങ്കരിക്കുന്നത് പ്രധാനമന്ത്രി പദമല്ല, മുഖ്യ ഉപദേഷ്ടാവ് എന്ന ചെല്ലപ്പേരിട്ടിരിക്കുന്ന എന്തോ ഒരു റോളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഇലക്ഷൻ വഴി അല്ലാതെ ഭരണത്തിൽ വന്ന മുഹമ്മദ് യൂനസിന്റെ ഇടക്കാല സർക്കാരിനെ ഇന്ത്യ അത്ര ഗൗരവമായി എടുക്കുന്നില്ല. എന്തായാലും ഈ ഉടമ്പടി ഒരു അപൂർവ നയതന്ത്ര കുരുക്ക് തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അവരെ കൈമാറുന്നത് രാഷ്ട്രീയ പ്രേരിതമായ മതമൗലികവാദികളുടെ വിചാരണയെ ഇന്ത്യ അംഗീകരിക്കുന്നതിന് തുല്യമാകും. എന്നാൽ നിരസിക്കുന്നതോ അവരെ കൈമാറിയില്ലെങ്കിലോ ധാക്കയെ പ്രകോപിപ്പിക്കാനും ഈ നിർണായക ഘട്ടത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ വഷളാകാനും അത് ഇടയാക്കിയേക്കാം. ഹസീനയെ വിട്ടുകൊടുക്കണമെങ്കിൽ ബംഗ്ലാദേശിൽ തിരഞ്ഞെടുപ്പ് വഴി ഭരണത്തിൽ വരുന്ന ഒരു ജനാധിപത്യ സർക്കാർ വരട്ടെ, എന്നിട്ട് ആലോചിക്കാമെന്നാണ് ഇന്ത്യയുടെ നിലവിലെ നിലപാട്. എന്നാൽ 2026 ഫെബ്രുവരിയിൽ ബംഗ്ലാദേശിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ ഹസീനയുടെ അവാമി ലീഗ് പാർട്ടി ഇപ്പോൾ ബംഗ്ലാദേശിൽ നിരോധിച്ചിരിക്കുകയാണ് യൂനസ് സർക്കാർ. ഇപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ തന്നെ ഫെബ്രുവരിയിലേക്കാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ വിധി ഹസീനയുടെ വിധി മാത്രമല്ല, ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിന്റെ അടുത്ത അധ്യായം കൂടി തീരുമാനിക്കുന്നത് ആ വിധിയായിരിക്കും. ഒരുപക്ഷെ അവാമി പാർട്ടിക്ക് മത്സരിക്കാൻ സാധിക്കാത്ത ഇലക്ഷനിലൂടെ മുഹമ്മദ് യൂനസ് ജയിച്ചു കയറി വന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയാകുകയാണെങ്കിൽ ഇന്ത്യ പിന്നെ എന്ത് നിലപാടായിരിക്കും എടുക്കുക എന്ന് കണ്ടു തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.